ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഒരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ടും നമ്മെ തിരഞ്ഞെടുത്ത ഈശോയുടെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ വചനം വലിയൊരു ശക്തിയാണ്. ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ വചനം എത്രമാത്രം നമ്മെ ധൈര്യപ്പെടുത്താറുണ്ട്. ഇന്നത്തെ നേഴ്സസ് ടൈമിൽ കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു നേഴ്സിനെ നാം പരിചയപ്പെടുകയാണ്. വചനത്തിൻ്റെ ശക്തി ആഴത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തീഷ്ണതയോടെ പരിശ്രമിക്കുന്ന സിന്ധുവിനെ നമുക്ക് പരിചയപ്പെടാം. നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചല സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല എന്ന് അരുൾ ചെയ്ത പിതാവിനും, തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് സ്വയം ശൂന്യനായിക്കൊണ്ട് കുരിശിൽ മരിച്ച പുത്രൻ തമ്പുരാനും, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവായ ദൈവത്തിനും എന്നേക്കും സ്തുതിയും സ്തോത്രവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ലോകമെമ്പാടുമുള്ള എല്ലാ സൃഷ്ടികളോടും ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് അരുൾ ചെയ്തുകൊണ്ട് എല്ലാ നഴ്സുമാരെയും ഈ ഒരു കൂട്ടായ്മയിലേക്ക് വിളിച്ച, ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വിളിച്ച തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലം നിങ്ങൾ നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പിതാവിനോട് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക എന്ന്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരരെ, ഞാനിന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം ഇതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വചനഭാഗം. വചനം ഇപ്രകാരം പറയുന്നു, സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും ലോകദൃഷ്ടിയിൽ വിജ്ഞാനികളെ തോൽപ്പിക്കുവാനായിട്ട് ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ തോൽപ്പിക്കാനായി അശക്തമായവയെയും നിലവിലുള്ളവയെ ഇല്ലായ്മയാക്കുവാനായിട്ട് നിസ്സാരമായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കേണ്ടതിനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. അവിടുന്ന് നിങ്ങളെ ജ്ഞാനവും നീതിയും വിശദീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പല ആവർത്തി കടന്നുപോയ ഒരു വചനഭാഗമായിരിക്കാം ഇത്. എങ്കിലും ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ കടന്നു പോയപ്പോൾ വലിയൊരു ബോധ്യം എനിക്ക് കിട്ടുകയുണ്ടായി. കാരണം എൻ്റെ കുറവുകളോടുകൂടി, എൻ്റെ ബലഹീനതയോടുകൂടി, എൻ്റെ നിസ്സാരതയോടുകൂടി ഞാൻ അവഗണിക്കപ്പെട്ടവളാണെങ്കിലും ഈശോയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അനേകം കാര്യങ്ങൾ എൻ്റെ പൊന്നു തമ്പുരാന് വേണ്ടി ചെയ്യുവാൻ സാധിക്കുമെന്ന വലിയ ബോധ്യം. കുരിശിൽ കിടന്നുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച ആ പൊന്നു തമ്പുരാൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയുടെ ആ കുരിശു മരണത്തിൽ ഒരു ഭാഗമാകുവാനായിട്ട് എനിക്കും സാധിക്കുമെന്ന് ഒരു ബോധ്യം എനിക്ക് കിട്ടി. പ്രത്യേകിച്ചും ഈ ഒരു വചനത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുറവുകളോടുകൂടി ഈശോ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ നിസ്സാരതയിൽ ഈശോ എന്നെ താങ്ങുന്നു, എന്നെ മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ സ്വാതന്ത്ര്യമായിട്ട് ഈശോ എൻ്റെ കൂടെ വരുന്നു. ഞാൻ അശക്തിയായ നിമിഷങ്ങളിലെല്ലാം ആ തമ്പുരാൻ വലത്ത് കരം പിടിച്ച് എന്നോട് പറയുന്നു,
നീ അശക്തിയല്ല, ഞാൻ നിന്നെ ശക്തനാക്കും. അപ്പോൾ ആ ഒരു വലിയ ധൈര്യം എൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങി. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന വലിയ തിരുവചനം എൻ്റെ ജീവിതത്തിലുടനീളം ഒഴുകുവാൻ തുടങ്ങി. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സാണ്. ആദ്യകാലങ്ങളിൽ ഒത്തിരി സിക്കായിട്ടുള്ള രോഗികൾ അല്ലെങ്കിൽ മാസം തികയാതെയുള്ള കുഞ്ഞുമക്കളെയൊക്കെ റിസീവ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ഭയം എന്നെ പിടികൂടിയിരുന്നു. പിന്നീട് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലൊക്കെ ഈശോയോട് ഞാനെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗിയുടെ ശരീരത്തൊരു കുരിശ് വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ എത്ര ഷൗട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കണ്ടാലും ഈശോയുടെ രാജ്യം ഈ മകനിൽ വരട്ടെ എന്ന് പറയുമ്പോൾ, മനസ്സിൻ്റെ ആ ഒരു അകത്തളങ്ങളിൽ നിന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയാലും ഇൻറ്റുബേറ്റ് ചെയ്യുമ്പോഴുമൊക്കെ ഈശോ ഒരു വലിയൊരു ശക്തി എനിക്ക് തരുവാനായിട്ട് തുടങ്ങി. കാരണം ഈ ഭയം മുന്നോട്ട് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങി. കാരണം ഈ ഭയം എന്നെ അലട്ടുമ്പോൾ മാത്രമായിരുന്നു ഈശോയുടെ വലിയ അത്യുന്നത ശക്തി എന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങിയത്. ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ഭയമില്ലാതെ ചെയ്യുവാനായിട്ട് പോയിട്ടുണ്ടോ അതൊന്നും ശരിയായി വന്നതായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം വചനം എന്നെ അല്പാൽപമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന്. ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കടന്നുപോയപ്പോൾ 12 പേരും വിവിധങ്ങളായ സ്വഭാവങ്ങളുള്ളവരായിരുന്നു. കുറവുകളോട് കൂടിയവരെയാണ് ഈശോ ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പിടികിട്ടി. ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ഭോഷനായാലും, ഒരു അശക്തിയായാലും, വെറും നിസ്സാരനായാലും, അവഗണിക്കപ്പെട്ടവളായാലും അതെൻ്റെ കർത്താവ് എനിക്ക് ഉപരിമഹത്വത്തിന് വേണ്ടി മാത്രമേ തരികയുള്ളൂ. ആ ബോധ്യത്തിലേക്ക് എനിക്ക് വരുവാനായിട്ട് സാധിച്ചു. കുറവുകളോടുകൂടി ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറവുള്ള അനേക മക്കളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് തമ്പുരാൻ എന്നെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റേതായ കുറേ കൺസെപ്റ്റ്സ് എനിക്കുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നടക്കുന്ന മക്കൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്ട്രിയുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന മക്കൾ, വചനം പങ്കുവെക്കുന്ന മക്കൾ, ആരാധന ലീഡ് ചെയ്യുന്ന മക്കൾ, ഇവർക്കൊന്നും ഒരു തെറ്റും വരാൻ പാടില്ല എന്നതായിരുന്നു എൻ്റെ ചിന്ത, എൻ്റെ കൺസെപ്റ്റ്, എൻ്റെ മുൻവിധി. എന്നാൽ ഈശോയുടെ ഈ ഒരു വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ ഹെബ്രായർ ലേഖനം 12-ന്റെ 1-2 വചനങ്ങൾ എനിക്കതിന് വ്യക്തമായിട്ടും ശക്തമായിട്ടും ഒരു ഉത്തരം നൽകി. വചനം ഇപ്രകാരം പറയുന്നു: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു നിരയുള്ളപ്പോൾ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാനെന്ന്. കാരണം എൻ്റേതായ ചിന്ത, എൻ്റേതായ മുൻവിധികൾ ഇപ്രകാരമായിരുന്നു. ശുശ്രൂഷയൊക്കെ നയിക്കുന്നവർ, അല്ലെങ്കിൽ വചനം പങ്കുവയ്ക്കുന്നവരെല്ലാവരും ഈശോയെ പോലെ ആകണം. എന്നാൽ മിനിസ്ട്രിയോട് ചേർന്ന്, കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ എന്നെ പടിപടിയായിട്ട് ഉയർത്തുകയായിരുന്നു. കാരണം എൻ്റെ ലക്ഷ്യം എനിക്ക് വ്യക്തമായിട്ട് തമ്പുരാൻ കാണിച്ചു തന്നു. ഞാൻ ആരെയും മുന്നിൽ കണ്ടുകൊണ്ട് ഓടേണ്ടതായിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ക്രിസ്തുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാൽ മാത്രമേ നാം എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്ന ആ സ്വർഗീയ സിംഹാസനത്തിലേക്ക്, വിശുദ്ധ പദവിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ആ വലിയൊരു ബോധ്യം എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിയ ബോധ്യം അനേകം മക്കളിലേക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം. ആവുന്നതുപോലെ അത് ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നാം കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി നാം പറഞ്ഞത് നമ്മുടെ ദൈവവിളിയെക്കുറിച്ചാണ്. നമ്മുടെ വിളി എന്ന് പറയുന്നത് വിശുദ്ധ ജനതയാവുക, ദൈവത്തിൻ്റെ രാജകീയ പൗരോഹിത്യ ജനമാവുക എന്നതാണ് നമ്മുടെ വിളി. ഞാനും നിങ്ങളുമൊക്കെ ഒരു നേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ മറ്റുള്ള രോഗികളിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ള മക്കളിലേക്ക് ഈശോയെ കൊടുക്കുവാനും ഈശോയുടെ കണ്ണുകളും കാതുകളുമൊക്കെയായി മാറുവാനായിട്ടും കടപ്പെട്ടവരാണ്. ഈ നിമിഷം പൂർണ്ണമായിട്ടും പറഞ്ഞ വചനങ്ങളെ എല്ലാം ഒന്ന് ക്രോഡീകരിച്ചാൽ വിളിയും തിരഞ്ഞെടുപ്പും ലക്ഷ്യവും ഉറപ്പിക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. വിളിയെക്കുറിച്ച് പറയുമ്പോൾ ഇനി പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. വചന ഇപ്രകാരമൊക്കെ പറയുന്നില്ലേ: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ അനുസ്മരിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ ജലാശയവും ഉണ്ടാക്കുന്നവനാണ് എന്ന്. ഈ നിമിഷം നമുക്കെല്ലാവർക്കും തമ്പുരാൻ്റെ സന്നിധിയിൽ ലക്ഷ്യത്തിലേക്ക് ഓടുവാനായിട്ടും വിളി സ്ഥിരീകരിക്കുവാനായിട്ടും ശ്രമിക്കാം.
പ്രത്യേകമായിട്ടും വിളിയെക്കുറിച്ച് പറയുമ്പോൾ 5 കാര്യങ്ങളാണ് ഊന്നി ഈശോ നമ്മോട് പറയുന്നത്. ഒന്നാമതായിട്ട് ഭോഷനെ തിരഞ്ഞെടുത്തു, അശക്തനെ തിരഞ്ഞെടുത്തു, നിസ്സാരതയെ തിരഞ്ഞെടുത്തു, ഇല്ലായ്മയെ തിരഞ്ഞെടുത്തു, അവഗണനയെ തിരഞ്ഞെടുത്തു. ഈ 5 കാര്യങ്ങളും വീണ്ടും തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കരുത് എന്ന്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ് എന്ന്. അതിനുശേഷം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന്. ഇന്ന് ഞാനും നിങ്ങളും ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ എൻ്റെ യേശുവിലുള്ള അഭിമാനം ഒന്ന് മാത്രം മതി നമുക്ക് ഓരോരുത്തർക്കുമെന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ എന്ന അഭിമാനമായിരിക്കട്ടെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം. രണ്ടാമതായിട്ട് നമ്മുടെ ലക്ഷ്യം സ്ഥിരീകരിക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ലക്ഷ്യബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രൂശിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് എപ്പോഴും ക്രൂശിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഓടുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവസാനമായി നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവരും ഇത് കാണുന്നവരും നമ്മളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടുമുള്ള 2 കോടി നഴ്സുമാരിലേക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഈ നിമിഷം ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മക്കളിലേക്കും അഗ്നിയായി, കാറ്റായി, ജലമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രത്യേകമായിട്ടും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുവചനം ഈ പ്രകാരം പറയുന്നു: നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗത്തിലെ പിതാവ് നിറവേറ്റി തരുമെന്ന്. നമുക്കൊന്നിച്ച് ചോദിക്കാം, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ തമ്പുരാനെ നിൻ്റെ ദൈവിക സിംഹാസനത്തിൽ പുത്രൻ തമ്പുരാനോടുകൂടി വലത്ത് ഭാഗത്ത് നിന്നോട് കൂടെ ആയിരിക്കുവാനായിട്ട്, വിശുദ്ധ പദവിയിലായിരിക്കുവാനായിട്ട്, വിശുദ്ധരോടും ശ്രേഷ്ഠന്മാരോടും നവവൃന്ദ മാലാഖമാരോടും എല്ലാവരോടും കൂടി സ്വർഗീയ വൃന്ദങ്ങളോടുകൂടി ആയിരിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പൂർണ്ണമായിട്ടും ഞങ്ങളെ കഴുകി വിശദീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിന്ധുവിന് പരിശുദ്ധാത്മാവ് നൽകിയ ബോധ്യങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് വചനം പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ഡൽഹി നേഴ്സസ് മിനിസ്ട്രിയിലെ ഡാർലി ചേച്ചിയെ ഒന്ന് പരിചയപ്പെട്ടാലോ? 3 തവണ കോവിഡ് ബാധിച്ചപ്പോഴും വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും ചേച്ചിയുടെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവാനുഭവം അത് നമുക്കൊന്ന് ശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡാർലി. ഞാൻ ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് ഗൈനി വാർഡിലാണ്. കൊറോണയ്ക്ക് അറിയത്തില്ലല്ലോ ഗൈനി വാർഡാണെന്നുള്ളത്. 2020 ജൂൺ മാസമായപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലാ പേഷ്യൻസും തന്നെ, കാരണം ഞങ്ങളുടെ വാർഡ് ഡെലിവറി പേഷ്യൻസൊക്കെ വരാറുണ്ട്. വരുന്ന സമയത്ത് എല്ലാ പേഷ്യൻസിൻ്റെയും അഡ്മിഷൻ വരുമ്പോൾ എല്ലാവരെയും ടെസ്റ്റുകൾ ചെയ്യും. മിക്കവാറും പേഷ്യൻസ് പോസിറ്റീവാണ്. കാരണം നമുക്കറിയാലോ, മറ്റുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ഓപ്പറേഷനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ ഡെലിവറി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അത് ആ സമയത്ത് തന്നെ നടക്കേണ്ട കാര്യമാണല്ലോ. ഇപ്പോൾ ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വാർഡിൽ മിക്കവാറും തന്നെ പേഷ്യൻസൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവാണ്. അതുപോലെ എല്ലാ നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ പോസിറ്റീവായിരുന്നു. ഞങ്ങളുടെ വാർഡിൽ 15 സ്റ്റാഫ് പോസിറ്റീവായിരുന്നു. ഈ സമയത്ത് എനിക്കും എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ടെസ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നത് ജൂലൈ മാസം 1 വരുന്നത്. എൻ്റെ റിപ്പോർട്ടിൽ എൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എൻ്റെ നെഗറ്റീവായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റുള്ള സ്റ്റാഫിനെല്ലാം അവർ കോവിഡ് ലീവ് കിട്ടിയപ്പോൾ എനിക്ക് ഏൺ ലീവാണ് കിട്ടിയത്. കാരണം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സമയങ്ങളിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്ത ശ്വാസം മുട്ടും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഫീവറും അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്തൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ ആ സമയത്ത് എൻ്റെ മോളും എനിക്ക് ഒരു മെയ്ഡുണ്ടായിരുന്നു, അവർ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ആ സമയത്ത് സൗദിയിലായിരുന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ടീഷൻസ് വളരെ കുറച്ച് ബുദ്ധിമുട്ട് കൂടിക്കഴിഞ്ഞു. ഈ സമയം വരെ ഞാൻ എൻ്റെ വീട്ടിലോ എൻ്റെ ഹസ്ബൻഡിനോടൊന്നും ഞാനിത് പറഞ്ഞിട്ടില്ല. കാരണം ഹസ്ബൻഡ് സൗദിയിലാണ്. പെട്ടെന്ന് ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്ക് ഷുഗറുള്ള ആളാണ്, പുള്ളിക്ക് ടെൻഷൻ ഉണ്ടായാലോ വരാൻ പറ്റത്തില്ല എന്ന് വിളിച്ച് ഹസ്ബൻഡ് ചോദിക്കും, ബുദ്ധിമുട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഞാൻ പറയും ഒരു കുഴപ്പമില്ലെന്ന് പറയും. അതുപോലെ എൻ്റെ വീട്ടിലാണെങ്കിലും ആ സമയത്ത് ഞാൻ ആരോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നും ചേച്ചിമാർ വിളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനൊരു മാസം മുമ്പ് എൻ്റെ ചേച്ചി UK-യിലാണ്.
ചേച്ചിക്ക് വളരെ സിവിയറായിട്ട് കോവിഡ് ഉണ്ടായിട്ട് ഒരാഴ്ച ഓക്സിജനിലായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ചേച്ചി റിക്കവറായത്. അപ്പോൾ എൻ്റെ കൂടെ പറയുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ വിഷമിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. ഒരു ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ടീഷൻസ് വളരെ ബുദ്ധിമുട്ടായി. എനിക്ക് ശ്വാസം എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ ഒരു സീനിയർ എൻ്റെ ഒരു ചേച്ചിയോടാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ പ്രെയർ മീറ്റിങ്ങിൽ ഗ്രൂപ്പിലേക്ക് ഒരു ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ചേച്ചി ഗ്രൂപ്പിലേക്ക് പ്രെയർ റിക്വസ്റ്റ് ഇടാൻ വേണ്ടി പറഞ്ഞു. ആ ചേച്ചി ആ സമയത്ത് തന്നെ പെട്ടെന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയറിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ ഗ്രൂപ്പിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി നേഴ്സുമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ജസ്റ്റ് വിളിച്ചു പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും ഒക്കെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് ഹോസ്പിറ്റലിൽ 8 മണിയായപ്പോഴാണ് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എൻ്റെ നെഗറ്റീവാണ്. ഞാൻ യഥാർത്ഥത്തിൽ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശ്വാസം എടുക്കാൻ ഒട്ടും പറ്റാത്ത കണ്ടീഷനാണ് പോയത്. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം എനിക്ക് ഒത്തിരി ആശ്വാസമായി. ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എനിക്ക് ശ്വാസമൊക്കെ വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് മാറി. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ച് വീട്ടിലെത്തി. പിന്നീടുള്ള ദിവസങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, കാരണം സോർ ത്രോട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ശ്വാസം മുട്ടിന് വളരെ ആശ്വാസമുണ്ടായി. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെ ഉള്ള വചനത്തിൽ പറയുന്നുണ്ട്, അവസാനമായിട്ട് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിൽ നിങ്ങൾ കരുത്തുള്ളവരായിരിക്കും. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്തെന്നാൽ നിങ്ങൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും അവസാനം വരെ പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ നിങ്ങൾ സത്യം കൊണ്ട് അരമുറുകി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാവുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജലിക്കുന്ന കൂറുമ്പളക്കെടുത്തതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന് പരിചരിക്കുവിൻ. രക്ഷയുടെ പടത്തുപ്പ് അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യും. ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒത്തിരി നമ്മുടെ ആത്മീയ സമരത്തിൻ്റെ ഒരു സമയമാണ്. പലർക്കും വിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്നു. ആരും പരസ്പരം അങ്ങോട്ട് കെയർ ചെയ്യാനോ ആർക്കൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഏറ്റവും ഒരു ആത്മീയ സമരത്തിലായിരുന്നു ഈ സമയങ്ങളിൽ. അപ്പോൾ ഞാൻ ഈ വചനം ഒത്തിരി ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ഈശോയുടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, വചനങ്ങളിലൂടെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഒക്കെ. ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ എൻ്റെ കർത്താവ് എന്നെ നയിച്ചിട്ടുണ്ട്. എനിക്ക് കോവിഡ് 3 പ്രാവശ്യം ഉണ്ടായി. ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ സെക്കൻഡ് ടൈമിൽ എനിക്ക് കൊറോണ ഉണ്ടാകുന്നത് 21 ഉണ്ടാകുന്നത്. ആ സമയത്തും എനിക്ക് വല്ലാത്ത ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശ്വാസം മുട്ടും. ഇടയ്ക്ക് വീട്ടിൽ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവയ്ക്കാൻ പോലും പ്ലാൻ ചെയ്തായിരുന്നു. അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നടക്കാൻ ഒട്ടും പറ്റത്തില്ല. എങ്കിലും എൻ്റെ കർത്താവിൻ്റെ വലിയ കാരുണ്യത്താൽ കൂടെയായിരിക്കാൻ എന്നെ കർത്താവ് അനുഗ്രഹിച്ചു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ മോളും എൻ്റെ ഒരു ചേച്ചിയുടെ മോളുണ്ട്, ആൻഡ്രിസ എന്നൊരു കൊച്ചുണ്ട്. അതുപോലെ ചേച്ചിയുണ്ട്, ജസ് ചേച്ചി. ആ ചേച്ചി ആ സമയത്ത് എനിക്ക് വേണ്ടി കൃപാസന മാതാവിൻ്റെ അടുത്ത് ഒത്തിരി പ്രാർത്ഥിക്കുകയും, കൃപാസന മാതാവിൻ്റെ ഒരു കാശുരൂപം ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു. ചേച്ചി എൻ്റെ കഴുത്തിലിട്ട് തന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയും, ആ നിമിഷം തൊട്ട് എന്നിലേക്ക് ഭയങ്കര സൗഖ്യം ഉണ്ടായി എന്നുള്ളതാണ്. എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നടക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എങ്കിലും ഈ കാശുരൂപമൊക്കെ ഇട്ട് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ടായി. സെക്കൻഡ് ടൈം വരുമ്പോൾ, 2ാമത്തെ പ്രാവശ്യം എനിക്ക് കൊറോണ വന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടെങ്കിലും ദൈർഘ്യം കൂടുതലുണ്ടായിരുന്നില്ല. ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് ഞാൻ പെട്ടെന്ന് ക്യൂറായി. ആദ്യത്തെ സമയത്ത് ഞാൻ 54 ദിവസം ലീവ് എടുത്തിട്ടാണ് പോയത്. കാരണം അതുപോലുള്ള സിംറ്റംസ്, അതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് പാൽപിറ്റേഷനും നടക്കാൻ പറ്റത്തില്ലാത്ത ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈശോയുടെ വലിയ കാരുണ്യത്താൽ ഈ സമയത്തും എൻ്റെ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് എനിക്ക് ഒത്തിരി സാധിച്ചു. ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്ന വചനമായിരുന്നു യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യും. വിജയകരമായ എൻ്റെ വലത്ത് കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ ഒന്നുമില്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവർ അന്വേഷിക്കും, അവരെ കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരായി തീരും.
നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. ഈശോയുടെ സ്നേഹവും ആ വചനങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അഭിഷേകം, വലിയ ശക്തി നമ്മളിലേക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് 3-ാം വട്ടം കൊറോണ ഉണ്ടാകുന്നത് 22 ജനുവരി 5-ാം തീയതിയാണ്. ഈ സമയത്ത് എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മോള് ആ സമയത്ത് ലൊയാള കോളേജിൽ ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. പക്ഷേ നമുക്ക് ഈശോയുടെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ഓർക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15 മുതൽ വചനത്തിൽ പറയുന്നുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നിന്റെ പേര് എൻ്റെ ഉള്ളുകയിൽ ഉണ്ട്, നീ എൻ്റേതാണെന്നാണ് ഈശോ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് 5-ാം തീയതി 12 മണിക്കാണ് എൻ്റെ റിപ്പോർട്ട് വരുന്നത്, ജനുവരി 12-ാം തീയതി. അതിന് മുമ്പ് തന്നെ 6 മണിയായപ്പോഴത്തേക്കും ഹസ്ബൻഡ് വീട്ടിലെത്തി കഴിഞ്ഞു. സൗദിയിലായിരുന്നു ഹസ്ബൻഡ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് വീട്ടിലെത്തി. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ തനിച്ചൊറ്റപ്പെട്ടു പോയനെ, എന്നെ കെയർ ചെയ്യാനായിട്ട് ആരുമില്ല, ഫുഡ് ഉണ്ടാക്കാൻ ആരുമില്ല. പക്ഷേ എനിക്ക് റിപ്പോർട്ട് വരുന്നത് 12 മണിക്കാണെങ്കിലും 6 മണിയായപ്പോഴത്തേക്കും എൻ്റെ ഈശോ ഹസ്ബൻഡിനെ അവിടെ എത്തിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വലിയ സ്നേഹം, വലിയ കരുതൽ നമ്മൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ വചനത്തിൽ പറയുന്നുണ്ട്, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും, നദികൾ നിന്നെ മുക്കിക്കളയില്ല. നീ ആഴിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേക്കില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുമില്ല. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനും പരിപാലകനുമാണ്. ഈശോയുടെ വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. നമ്മൾ എന്തിനും ഭയപ്പെടുന്നത്? എത്രയോ നിസ്സാരപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭയങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈശോയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നടക്കുന്ന നമ്മുടെ ദൈവം എത്രയോ നമ്മളെ ശക്തിപ്പെടുത്തുന്നു, എത്രയോ സൗഖ്യപ്പെടുത്തുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഉപദേശ് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 6 മുതലുള്ള വചനത്തിൽ പറയുന്നു, അനന്തരം സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അവർ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സകല ലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. ഇപ്പോൾ സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും രാജ്യവും അവിടുത്തെ അഭിഷക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരി ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവർ പഴി പറയുകയും ചെയ്തിരുന്നവൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവൻ, എന്നാൽ ഭൂമി അതിൽ വസിക്കുന്നവർക്ക് ദുരിതം. എന്തെന്നാൽ ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നു എന്ന് കണ്ട് അരിശം കൊണ്ട പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ പുറപ്പെട്ടു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് ഓടിപ്പോകാൻ വേണ്ടി അവൾക്ക് വൻ കഴുകൻ്റെ 2 ചെറുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ പാർക്കേണ്ടിയിരുന്നു. സർപ്പം സ്ത്രീയെ ഒഴുക്കി കളയാൻ വേണ്ടി നദി പോലെ ജലം പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. സർപ്പം ഒഴുക്കിക്കളഞ്ഞ ജലത്തെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിനുമായിട്ട് തൻ്റെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അത് പുറപ്പെട്ടു. അത് ഭൂമിയുടെ മണ്ഡലത്തിൽ നിലയുറപ്പിച്ചു. ലോകമെമ്പാടുള്ള എല്ലാവരെയും, എല്ലാ നേഴ്സുമാരെയും ഈശോയുടെ തിരുകാര്യങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം, കൊറോണ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ കൊറോണ കാലങ്ങളിൽ അനുഭവിച്ച വേദനകളും പ്രശ്നങ്ങളും ഇപ്പോഴും അതൊന്നും കഴിഞ്ഞു തീരാത്തവരും ഒത്തിരി പേര് ആഫ്റ്റർ എഫക്റ്റീവായിട്ട് ഒത്തിരി വിഷമിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും ഈശോയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ലോകത്തെ മുഴുവനും സമർപ്പിച്ച്, പ്രത്യേകിച്ച് നേഴ്സസ് മിനിസ്ട്രി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. ഡാർലി ചേച്ചിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ്, രോഗത്തിൻ്റെ വലിയ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എത്ര അധികമായിട്ടാണ് ആ മകൾ ദൈവത്തോടടുത്തത്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പ്രതിസന്ധികളും വിഷമങ്ങളും കണ്ണുനീരുകളും ഉണ്ടായപ്പോഴല്ലേ നാം ഏറ്റവും അധികം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതും കരഞ്ഞതും പ്രാർത്ഥിച്ചതുമൊക്കെ. അന്നല്ലേ ഏറ്റവും അധികം ദൈവസ്നേഹം നാം അനുഭവിച്ചത്, വചനത്തിൻ്റെ ശക്തി നാം അനുഭവിച്ചത്. അതേ പ്രിയമുള്ളവരെ, അങ്ങനെ നോക്കിയാൽ ദുരിതങ്ങൾ നമുക്ക് ഉപകാരം തന്നെയാണ്.
ആർക്ക്? സഹനങ്ങൾ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും സങ്കടങ്ങളും എല്ലാം ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് നിത്യജീവനായി നമുക്ക് പ്രയത്നിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി മാറട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.